നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിനു. നമ്മൾ ഇന്നൊരു വാഹനവുമായിട്ട് റിവ്യൂവിന് വന്നിരിക്കുകയാണ്. ഈ വാഹനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് കുറച്ചാളായെങ്കിലും അധികം ഒന്നും കാണുന്നൊന്നുമില്ല. ഒരു വണ്ടി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്രിലിയാണ് നമ്മളിരിക്കുന്ന വാഹനം. ഈ അപ്രിലിയുടെ റിവ്യൂ ഒന്നും നമ്മളധികം കണ്ടിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സ്ഥലത്തൊന്നും ഇത് അധികം ഇറങ്ങിയ ലോഞ്ചിങ് ടൈമിലൊക്കെ ഒരുപാട് വണ്ടി കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ പതിയെ പതിയെ വണ്ടി അപ്രത്യക്ഷമാകുമായിരുന്നു. എന്നാൽ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ ഓരോ വണ്ടി നമ്മൾ കാണുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു പുതിയ വാഹനം ഒരാൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഈ വാഹനത്തിന് എന്താ പ്രത്യേകത, ഇത് എന്തുകൊണ്ട് വാങ്ങിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം കോമ്പറ്റീഷനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിന്. അപ്പം അതിനെയൊക്കെ തരണം ചെയ്ത് ഈ ഒരു വാഹനം ഇപ്പോൾ ആൾക്കാർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്തുകൊണ്ട് പ്രത്യേകത അറിയാൻ വേണ്ടി ഒരു റിവ്യൂവിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതൊരു പുതിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറെക്കുറെയുള്ള ഇതിൻ്റെ ഒരു കാഴ്ചകൾ നമുക്ക് ഒന്ന് കാണാം. ഇവിടെ വിശേഷങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്യൂട്ട് ലുക്കാണ്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഈ ഇറങ്ങിയ സമയത്തുള്ള മോഡലിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഇപ്പോഴത്തെ ഈ മോഡലിലും വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. 10 വർഷമായിട്ടും മോഡലിൽ ഏകദേശം ഒരു ചെറിയ ചേഞ്ച് മാത്രമേ അവർ വന്നിട്ടുള്ളൂ. ഈ ഡിസൈനിങ് എല്ലാം അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കുന്നത്. ജെറ്റ് ലുക്കിലാണ് ഈ വണ്ടി അന്ന് തൊട്ട് ഇറക്കിയേക്കുന്നത്. സ്പീഡിപ്പോണുള്ള വണ്ടിയുടെ ഒരു ലുക്ക് അന്ന് നമ്മൾ ഈ ഒരു വ്യത്യസ്തമായ മോഡൽ അപ്രിലിൽ ഇറക്കുമ്പോഴായിരുന്നു ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽ നമ്മുടെ മാർക്കറ്റിൽ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ തന്നെയായിരുന്നു. ആ പാറ്റേൺ അവരിപ്പോൾ അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തിലൊരു സത്യവും. പിന്നെ ഇപ്പോഴും അതേപോലെയാണ് ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LED ലൈറ്റ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ എല്ലാം പഴയ തന്നെയാണ്, അതേ സിസ്റ്റത്തിലാണ്. ഈ ഹെഡ്ലൈറ്റ് മാത്രമേ LED വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് ഇതെല്ലാം ഫൈബർ പീസുകളാണ്. ഈ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. ഈ 4 ഇഞ്ച് ടയറും അലോയ് ഡിസ്ക് ബ്രേക്ക്, അലോയ് വീലും ഡിസ്ക് ബ്രേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ സസ്പെൻഷൻ നല്ലൊരു മികച്ച സസ്പെൻഷൻ തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. ടയർ ഈ 14 ഇഞ്ച് ടയർ ഇതിൻ്റെ റൈഡിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള ഗുണവും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ ഈ ഹെഡ്ലൈറ്റ് ഇവിടെ ഈ താഴെ ആയതുകൊണ്ട് നമുക്ക് റോഡ് വിസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം ലോങ്ങിൽ പോകുമ്പം ഈ വെട്ടം മേളിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഭാഗത്തിരിക്കുന്നതാണ്. അതിനകത്ത് വണ്ടിക്ക് ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് നോർമൽ സ്കൂട്ടറിനെക്കാട്ടിലും ഹൈറ്റ് കൂടുതലായതുകൊണ്ടും ഈ മിഡിലായിട്ടാണ് ഈ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നതും. നമ്മൾ റോഡിൽ ലോങ് റൂട്ടിൽ പോകുന്ന വെട്ടത്തിൻ്റെ ഒരു ക്ലിയറൻസ് കിട്ടാൻ ഇത് ബെറ്ററാണ് ഈ പോർഷനിൽ വെച്ചിരിക്കുന്നത്. നല്ല ലൈറ്റ് തന്നെയാണ്. ഇതെല്ലാം പഴയ അതേ സിസ്റ്റം തന്നെയാണ് അപ്രിലിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസമല്ല. ചെറിയ മിററുകളാണ് വന്നിരിക്കുന്നത്. നോർമൽ വാഹനത്തെ അപേക്ഷിച്ച് ചെറിയ മിററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വലിയ പ്രത്യേകതകളൊന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇതൊന്ന് കാണിച്ചട്ടെ, വന്നട്ടെ. വലിയ പ്രത്യേകതകളൊന്നും പറയാനില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. മോഡും സെറ്റും, അതായത് ഇത് ചേഞ്ച് ചെയ്യുക, ഡിസ്പ്ലേയുടെ ഈ ചെറിയ ചേഞ്ചിങ്ങും ഈ സ്പീഡ്, കിലോമീറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഫെസിലിറ്റി വരുന്ന ഒരു കാര്യങ്ങളും ഇതിൻ്റെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നൂതനമായ ഫെസിലിറ്റികളൊന്നും ഇതിൻ്റെ കാണിക്കുന്നില്ല. ഇപ്പം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയിക്കോട്ടെ, അതൊന്നും ഈ ഒരു മോഡൽ 160 SR എന്നുള്ള ഈ മോഡലിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതിനേക്കാളും കുറഞ്ഞ മറ്റുള്ള കമ്പനികളെല്ലാം ഇതെല്ലാം ഫെസിലിറ്റി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വില വാങ്ങിയിട്ട് ഇതിനകത്തിൽ ഇത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കമ്പനിയുടെ കാര്യമാണ്. പക്ഷേ അതിൽ ഈ എടുത്തു പറയേണ്ടതൊന്നുമില്ല എന്നുള്ളതാണ്. നാളെ കൂടെ മൂഡിൻ്റെ സ്വിച്ചും സ്റ്റാർട്ട് സ്വിച്ച് കിടക്കുന്നു. പാസിംഗ് ലൈറ്റ്, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ഇത്രയും സാധനങ്ങൾ സ്വിച്ചുള്ളൂ. ഇപ്പോഴത്തെ വരെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ എണ്ണം എടുത്ത് തന്നെ നമ്മൾ പലതും അത്രേ ഉള്ളൂ. ഹാൻഡിൽ ഇവിടെ വരുന്നില്ല. ഇതൊരു നമുക്ക് ഹുക്ക് കാര്യങ്ങളുണ്ട്. ഈ പറയത്തക്ക സ്പേസില്ല. നമുക്ക് ബൈക്കിലിരിക്കുന്നതേ ഫീലിംഗ് കിട്ടും എന്നുള്ളതാണ്. ഇരുന്ന് കഴിയുന്നുണ്ട് ബൈക്കിലിരിക്കുന്നതിൻ്റെ അതേ ഫീലിങ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫുട്ടിലിരിക്കുന്നുണ്ട്. അത് എൻ്റെ അടുത്ത് പഠിക്കണം. നമ്മുടെ മാക്സി സ്കൂട്ടറിൻ്റെ ഒരു സൈഡിൽ അത്രയും ഒരു സുഖം കിട്ടുന്നുണ്ട്. അത് മാക്സി സ്കൂട്ടറിൻ്റെ നമ്മളിപ്പോൾ എയറോക്സ് ഒക്കെ ചെയ്തതിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത് മികച്ച കാര്യമാണ്. ഇവിടെ ഒരു കാര്യം വെച്ചിരിക്കുന്നത് ചേസ് നമ്പർ നോക്കാൻ വേണ്ടിയാണ്. ചേസ് നമ്പർ ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ബോക്സ് ഇവിടെ വെച്ചേക്കുന്നേ ഉള്ളൂ. വലിയ കഥയൊന്നുമില്ല, അത്രേ ഉള്ളൂ. ചേസ് നമ്പർ എടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു സ്കൂട്ടറും ഇത് ബോക്സ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗ്ലോ ബോക്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു മൊബൈൽ വെപ്പിക്കാനുള്ള, ഇതിപ്പോൾ റൈഡിങ്ങിന് പോകാനാണ്, എന്തെങ്കിലും ലോങ് റൂട്ട് പോകാനാന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാഹനത്തിലെല്ലാം ഒരു മൊബൈൽ വെക്കാനുള്ള ഒരു സ്ഥലമെങ്കിലും മിനിമം കൊടുക്കുന്ന ഇതിന് അതൊന്നുമില്ല. ഇത് സത്യം പറഞ്ഞ നെഗറ്റീവ് റിവ്യൂ തന്നെ ആയി മാറും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അത് പറഞ്ഞു വരുന്നത് കാരണം എനിക്കൊന്നും അതായിരിക്കും കൂടുതൽ ആൾക്കാരൊന്നും ഇതിൻ്റെ റിവ്യൂ എടുത്തിടാനാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അത് ഈ റിവ്യൂ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുന്നില്ല. ഇതിനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം വണ്ടി അധികം നേരത്തെ കാണുന്നില്ല. എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. ഈ ഒരു സാധനം പഴയ മോഡലിനെക്കാട്ടും വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊള്ളാം, ഇതെന്നെ നല്ല ബലമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ
എഞ്ചിനും കാര്യങ്ങളും സെറ്റിങ്ങും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇൻബിൽട്ടായിട്ട് വന്നിരിക്കുന്നതാണ്, ഷോക്കും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ ഇവിടെ ബാറ്റിങ്ങും ഉണ്ട്. എടുത്ത് കണ്ട് പിന്നെ ഇതേ ഉള്ളൂ എനിക്ക് കണ്ടതിലൊരു രസം തോന്നുന്നത് ഇതിൻ്റെ ഒരു ഫിനിഷിങ് കൊള്ളാം. ബാക്കിലെ ഫുട്ടസിൻ്റെ ഈ ഫിനിഷിങ് കൊള്ളാം, നല്ല ചേർന്നിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് വലിയ ശല്യമൊന്നും ഇല്ലായിരിക്കുന്നത്. സ്റ്റാൻഡിൻ്റെ തള്ളിലുണ്ട്. സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയ ആക്ഷൻ ഇങ്ങോട്ടുണ്ട്, സ്പ്രിങ് ആക്ഷൻ നന്നായിട്ട് വരും. ശരിക്കും താത്തെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വരെ പോകണം. പിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ മാറുവാണെങ്കിൽ റിട്ടേൺ പോലും വണ്ടി മറിഞ്ഞു പോകും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിൽ എഞ്ചിനും ഈ 15 ടയർ എടുത്ത് പറയേണ്ട കാര്യങ്ങളെത്താണ്. ഇതിന് 6 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. ഫ്യൂൽ കപ്പാസിറ്റി ആരുണ്ട് ഇപ്പോൾ അത് പറയുമ്പോഴാണ് സീറ്റ് ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ കീ ആണ്. എല്ലാ വണ്ടിക്കും ഫ്രണ്ട് കീയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇതിനിപ്പോഴും കീ തിരിച്ചേ വരത്തുള്ളൂ. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇതിലൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. നമ്മൾ ഈ സീറ്റ് ലോക്ക് തിരിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ ഈ സീറ്റിൻ്റെ അടിയിൽ. ഒരു ഹാഫ് ഹെൽമെറ്റ് ഇരിക്കും, അത്രയേ ഉള്ളൂ. ലിറ്റർ കണക്കൊന്നും പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. ചെറിയ ഹാഫ് ടൈപ്പ് ഹെൽമെറ്റ് ഉണ്ടല്ലോ, തടിയില്ലാത്ത, അത് ഇതിൻ്റെ തിരിക്കുന്നുള്ളതേ ഉള്ളൂ. അതിന് അവിടെ സ്പേസ് കുറവാണ്. ഒരു ഫ്യൂൽ ടാങ്ക് 6 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് ഉണ്ട്. പിന്നെ ലൈറ്റ് ഉണ്ട്. ഇത് പിന്നെ ഓപ്പൺ ആക്കുമ്പോൾ ലൈറ്റ് തെളിയുന്നുണ്ട്, എന്താ പറ്റിയോ അത് കൊടുത്തിട്ടുണ്ട്. മൈലേജ് ഇത് ഓടിച്ച ആള് ഇതിപ്പോൾ ഒരാൾ വാങ്ങിച്ച വണ്ടി ആയതുകൊണ്ട് പുള്ളി പറയുന്നത് 30 കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നതാണ് പറഞ്ഞത്. 35 കിലോമീറ്റർ കിട്ടുന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള പവറുണ്ട്. ഇത് വാഹനം ഓടിച്ചതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഈ വണ്ടി എന്തുകൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവറാണ്, മികച്ച പവറാണ്. 160 cc ഈ എഞ്ചിന് അത്രത്തോളം പവർ തരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ മികച്ച പവറും റൈഡിങ് കംഫർട്ടുമാണ്. നമ്മുടെ യാത്രയ്ക്ക് നമ്മുടെ ബൈക്ക് ആയിക്കോട്ടെ എല്ലാം നമുക്ക് നല്ല സീറ്റിംഗ് ആണ് ഇതിൻ്റെ ഇത് നിൽക്കുന്നത്. ബാക്കി വേറെ ഒന്നും ഈ പവർ കാരണം ഇതിലേ മതി. ഞങ്ങളുടെ ഇച്ചിരി ഹിൽ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി അവിടെ ഉള്ള ഒരാൾ വാങ്ങിയത്. ആ വീട്ടിലോട്ട് കയറിപ്പോള്ള ബുദ്ധിമുട്ടോടാണ് ഈ വണ്ടി വാങ്ങിയതാണ്. പുള്ളി പറയുന്നത് ഈ വണ്ടിയാകുമ്പോൾ ഇതിലേയും കയറിപ്പോക്കോളെന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അത്രത്തോളം പവർ ഈ വണ്ടിക്കുണ്ട്. അത് ഓടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ജസ്റ്റ് റൈഡിങ് വീഡിയോ ഞാൻ കാണിക്കാം. വലുത് ഹിൽ ഏരിയയിലൊന്നും കാണിക്കാൻ നോക്കുന്നില്ലെങ്കിലും അത് റൈഡിങ് വീഡിയോ കാണിക്കാം. പവർ ഓവർടേക്ക് ചെയ്യുന്നതിന് സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള തോന്നലുണ്ടാകേണ്ട കാര്യമില്ല. ധൈര്യത്തോടെ ഓവർടേക്ക് ചെയ്യാം. അത് ഇതിനകത്ത് കണ്ട ഒരു മികച്ച കാര്യം എന്ന് പറയാൻ അതേ ഉള്ളൂ, പവർ. അത് എടുത്തു പറയേണ്ടതാണ്. എയറോക്സ് 150 cc എയറോക്സ് ഉണ്ട്. മാഷല്ല ആ സെയിം അല്ലെങ്കിൽ ഒരു ശകലം ഒരു പടിക്ക് മുമ്പ് പവർ ഇതിന് കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഈ സൈഡിലെ ഡിസൈനും കാര്യങ്ങളും ഇൻഡിക്കേറ്ററും എല്ലാം കണ്ടല്ലോ. ഇനി സൈഡിലെ കൂടെ ഒന്ന് കാണിച്ചേക്കാം. എത്രയും കൂടുതൽ ഈ സൈഡിലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഈ ഒരു പോർഷൻ കൂടെ ഒന്ന് കണ്ടു നോക്കാം. സൈലൻസർ ഡിസൈനൊക്കെ ഇപ്പോഴും സൈലൻസർ ഒന്ന് കാണിച്ചോട്ടെ. സൈലൻസർ ഡിസൈനൊക്കെ ഇപ്പോഴും പറയണം. അതിന് ഇവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരുമാതിരിപ്പെട്ട വണ്ടിക്കാരെല്ലാം അങ്ങനെ TVS മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. സൈലൻസർ ഇപ്പോഴും നല്ല ഡിസൈനിലൊക്കെ അവർ ഇറക്കുന്നത്. അതൊക്കെ എല്ലാം തന്നെയാണ്. പോർഷനെല്ലാം സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഉള്ള മെറ്റൽ പാർട്സ് എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. എന്തൊക്കെ പറയുന്നാലും എല്ലാം നല്ല സ്ട്രോങ്ങിലാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ പാർട്സിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെറും ലോക്കൽ പാർട്സ് അല്ല. അതായിരിക്കും മേ ബി ഇത്രയും വില വന്നേക്കുന്നത് ഈ വണ്ടിക്ക്. അപ്പോൾ 1,63,000 രൂപയായെന്നാണ് ഈ വാഹനം ഇറക്കിയപ്പോൾ. 1,63,000 രൂപ ഈ SR 160 എന്നുള്ള വാഹനം ഇറക്കിയപ്പോൾ ആയിട്ടുണ്ട്. എൻ്റെ SR 125 വണ്ടി ഇറങ്ങുന്നുണ്ട്, അതൊക്കെ കുറവാണ്. ഈ 160യുടെ പ്രൈസ് ഇത്രയുമാണ്. അപ്പം ഈ ഒരു ക്വാളിറ്റിയും ഈ എഞ്ചിൻ്റെ പവറും ആയിരിക്കാം മേ ബി ഇത്രയും വില കൂട്ടുക എന്നാണ് നമ്മുടെ തോന്നൽ. എല്ലാ വിധത്തിലും നമുക്ക് എടുത്തു പറയേണ്ടതൊക്കെ ഒന്നുമില്ല. വണ്ടി റൈഡിങ് സ്മൂത്താണ്, കംഫർട്ടാണ്, പവർഫുൾ ആണ്. അത് എടുത്ത് പറയാനാണ്. പിന്നെ ഈ ഓരോ പാർട്സിനും അതിൻ്റെതായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. നോർമൽ ഒരു പ്ലാസ്റ്റിക് പാർട്സ് അല്ല, ഒരു ഫൈബർ പാർട്സ് കാണുന്നതിൻ്റെ ഒരു ഫീലിംഗ് അല്ല. നമ്മളത് തൊടുമ്പോഴോ അല്ലെങ്കിൽ അത് പിടിക്കുമ്പോഴും ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വണ്ടിയിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ വണ്ടി ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗണ്ട് അങ്ങനെ നോക്കാൻ ഇത്രയൊക്കെ ഉള്ളു സൗണ്ട്. ചെറിയ സൗണ്ടേ ഉള്ളൂ, ഇത്രയൊക്കെ ഒന്നുമില്ല. അതില്ല, പക്ഷെ ലോങ്ങിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഫീലിംഗ്, ഒരു മൂളിച്ച ഫീൽ ചെയ്യും, അതേ ഉള്ളൂ. ഞാൻ റോഡിൽ ഓടുന്ന വീഡിയോ ഇടാം.
അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഈ അപ്രിലയുടെ വീഡിയോ ഇത്രയൊക്കെ പറയാൻ പൂർണ്ണമായിട്ട് ഒരു നെഗറ്റീവ് വീഡിയോ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അതിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ലത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടി കിട്ടി നമ്മളത് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ നന്ദി. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.